മലയാളികളുടെ ടൂർ പ്ലാനിങ്ങിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നതും ഫസ്റ്റ് ഓപ്ഷനായി തിരഞ്ഞെടുത്തിരുന്നതുമായ സ്ഥലമാണ് ഊട്ടി. മൂന്നാറിനും ഏർക്കാടിനും കൂർഗിനുമൊന്നുമില്ലാത്ത എന്തോ ഒന്ന് ഊട്ടിപ്പട്ടണത്തിനുണ്ടായിരുന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഹെയർ പിന്നുകളും മൂടൽമഞ്ഞും നേരിയ തണുപ്പും പച്ചപ്പണിഞ്ഞ മലനിരകളും എത്ര കണ്ടാലും മടുക്കാത്ത ബൊട്ടാണിക്കൽ ഗാർഡനും ഊട്ടി ലേക്കുമെല്ലാം നമ്മെ മാടി വിളിക്കും. ചാലക്കുടിയിൽ നിന്ന് മണ്ണൂത്തി വഴി വാളയാർ കടന്ന് കോയമ്പത്തൂർ മേട്ടുപ്പാളയം കൂനൂര് വഴി ഊട്ടിയിലെത്തിയപ്പോഴേക്കും നല്ല ഉച്ചയൂണിൻ്റെ സമയം. ഊട്ടിയിൽ നല്ല കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടൽ മഹാരാജാസിലായിരുന്നു ഞങ്ങളുടെ താമസവും ഭക്ഷണവും. ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വൺ ടൈം യൂസ് പ്ലാസ്റ്റിക്കിന് കർശന നിരോധനമാണ് നീലഗിരി കുന്നുകളിൽ. മേട്ടുപ്പാളയത്തെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. നീലഗിരിയിൽ എവിടെ വെച്ചും നിങ്ങളുടെ വാഹനത്തിൽ ചെക്കിംഗ് നടക്കാം. പിടിക്കപ്പെട്ടാൽ വലിയ തുകയുടെ പിഴയും കിട്ടും. ആയതിനാൽ സാധിക്കുന്നതും പ്ലാസ്റ്റിക് നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഒഴിവാക്കുക. കർക്കിടകത്തിൻ്റെ കുരുത്തക്കേട് ഊട്ടിയെയും ബാധിച്ചിരുന്നു. ചിണുങ്ങിപ്പിണുങ്ങി പെയ്യുന്ന മഴയും കോടയും തണുപ്പും ആകെ കോരിത്തെരിപ്പിക്കുന്ന നല്ല ആൽക്കഹോളിക് വെതർ. വൈകുന്നേരം ലേക്കിലേക്ക് പോകാനായിരുന്നു ആദ്യത്തെ പ്ലാനെങ്കിലും മഴ ഞങ്ങളുടെ പ്ലാനൊക്കെ തെറ്റിച്ചു. മഴ കാര്യമായി കൊള്ളണ്ട എന്ന് കരുതി ദോഡാബേട്ട ചായ ഫാക്ടറിയിലേക്കാണ് ആദ്യം പോയത്. 20 രൂപ എൻട്രി ഫീ കൊടുത്ത് കയറിയാൽ ചായ ഉണ്ടാക്കുന്ന എല്ലാ പ്രോസസ്സും നമുക്കിവിടെ കാണാം. കൊളുന്ത് കൊണ്ടുവന്ന് കിട്ടുന്ന മെഷീനിൽ നിന്ന് കൺവെയറിലൂടെ ഇല ചതയ്ക്കുന്ന മറ്റൊരു മെഷീനിലേക്ക്, പിന്നെ ചൂടാക്കി പൊടിക്കുന്ന മറ്റൊരു മെഷീനിലേക്ക്, അവസാനം തരംതിരിച്ച് പാക്ക് ചെയ്യുന്നിടത്ത് ചായയിലയുടെ യാത്ര അവസാനിക്കുന്നു. അവിടെ നിന്ന് രാവിലെ നമ്മളെ ഉഷാറാക്കാൻ വേണ്ടി നമ്മുടെ ചായക്കോപ്പയിലേക്ക്. ഫാക്ടറിയുടെ ചരിത്രവും ചായയുടെ ചരിത്രവുമെല്ലാം ആ ഫാക്ടറിയുടെ ചുമരുകളിൽ നമുക്ക് കാണാം. എല്ലാം കണ്ട് ചായ പാക്കറ്റിലാവുന്നതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചോക്ലേറ്റ് സെയിൽസ് കൗണ്ടറിലേക്കാണ് നമ്മൾ എത്തുക. വിവിധതരം ചോക്ലേറ്റുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായും ഇവിടെ ലഭിക്കും. ആളുകൾ ധാരാളം ചോക്ലേറ്റുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്നും ചോക്ലേറ്റും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ചായല വിൽപ്പനശാലയിലേക്ക്. വിവിധതരം ചായല ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. ആവശ്യം പോലെ ചായലയും വാങ്ങി ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ നല്ല ഒന്നാന്തരം പൂരിയും ദോശയുമെല്ലാം കഴിച്ച് ഞങ്ങൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പുറപ്പെട്ടു. നേരിയ ചാറലുണ്ടായിരുന്നെങ്കിലും സൂര്യനും ഇടയ്ക്ക് മുഖം കാണിച്ചിരുന്നതുകൊണ്ട് അന്തരീക്ഷം ഭേദമായിരുന്നു. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നതിനാൽ മൊബൈൽ ഫോണുകൾക്ക് വിശ്രമം കിട്ടിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു കുട്ടിക്കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ചാട്ടവും മറച്ചിലും ഉത്സാഹവുമെല്ലാം ഞങ്ങൾക്കും ആവേശമേകി. ഊട്ടി ഗാർഡന്റെ ഹൃദയത്തിലുള്ള പുൽത്തകിടിയിലേക്ക് ഇറങ്ങാൻ ചെറിയ വൈമുഖ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നനഞ്ഞു കിടക്കുന്ന പുല്ലിൽ തെന്നി വീണാൽ ഒരു സുഖവുമുണ്ടാകില്ല എന്ന ബോധ്യം കൊണ്ടാണ് പുൽമേട്ടിലേക്ക് അധികം പോകാതിരുന്നത്. പക്ഷേ അത്ര വശീകരണ ശേഷിയുള്ള ആ സുന്ദരിയെ ഒഴിവാക്കി പോരാൻ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്കായില്ല. എൻ്റെ മൂത്തമോൾ എമ്മ തെന്നി വീണെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആ പുൽത്തകിടിയിൽ അർമാദിക്കുകയായിരുന്നു പിള്ളേർ. പുൽത്തകിടിയുടെ അരികിൽ നിൽക്കുന്ന വൻമരങ്ങൾ കാവൽ നിൽക്കുന്ന സ്നേഹമുള്ള രാക്ഷസന്മാരെ പോലെ തോന്നിച്ചു. മരങ്ങളുടെ ചുറ്റും ഓടിക്കളിക്കാനും ഫോട്ടോ എടുക്കാനും കുട്ടികളും കുടുംബങ്ങളും ആവേശം കാണിക്കുന്നുണ്ടായിരുന്നു. മഴച്ചാറ്റലിന് ശക്തി കൂടിയപ്പോൾ ഉദ്യാനത്തിലുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ അഭയം തേടി. ഗാർഡനിങ്ങിന് നിയോഗിക്കപ്പെട്ടിരുന്ന ചേച്ചിമാർ മഴയുടെ ആലസ്യത്തിൽ കൂട്ടം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഉദ്യാനത്തിന് മുകളിലേക്ക് ചെല്ലുംതോറും മരങ്ങളുടെ വലുപ്പം കൂടി വരികയാണെന്ന് തോന്നുന്നു, അവയുടെ മനോഹാരിതയും. കുറെ നേരം ഉദ്യാനത്തിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന് സമയമായി. പതുക്കെ ഞങ്ങൾ ഹോട്ടലിലേക്ക് നീങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കാനാണ് പോയത്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനേക്കാൾ മനോഹരമായും ക്രമമായും സസ്യജാലങ്ങൾ വെട്ടി സംരക്ഷിച്ചിരിക്കുന്നതിനാൽ ചന്തം കൂടുതൽ കർണാടക സർക്കാരിൻ്റെ ഉദ്യാനത്തിനാണെന്ന് സമ്മതിക്കാതെ തരമില്ല. എന്നാലും കളിക്കാനുള്ള സ്ഥലവും വിസ്തൃതിയും കണക്കിലെടുക്കുമ്പോൾ ഊട്ടി ഗാർഡന് തന്നെയാണ് ചെറിയ മുൻതൂക്കം. എന്നിരുന്നാലും ഊട്ടി സന്ദർശിക്കുന്നവർ ഈ ഉദ്യാനം ഒഴിവാക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ടൂറിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഊട്ടി ലേക്കായിരുന്നു. ചാറ്റൽ മഴ രസം കൊല്ലിയായി ഉണ്ടായിരുന്നെങ്കിലും ലേക്കിലെ ബോട്ടിങ്ങും ഗെയിം സോണും ടോയ് ട്രെയിനുമെല്ലാം ആസ്വാദ്യകരമായിരുന്നു. കുട്ടികൾക്ക് സമയം കളയാനുള്ള ധാരാളം കളിക്കോപ്പുകളും സംവിധാനങ്ങളും ഉള്ളതിനാൽ അല്പം പോലും ബോറടിക്കില്ലെന്ന് ഉറപ്പാണ്. ഞങ്ങളുടെ മൊത്തം ട്രിപ്പിൻ്റെയും ആത്മാവ് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ കാത്തുകാത്തിരുന്ന ഊട്ടി കൂനൂർ മൗണ്ടൻ ട്രെയിൻ യാത്രയായിരുന്നു. പലതവണ കയറിയിരിക്കുന്നതാണെങ്കിലും ഓരോ തവണ കയറുമ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത എക്സ്പീരിയൻസ് നൽകുന്ന ട്രെയിൻ യാത്ര റിഫ്രഷിംഗ് ആയുള്ള അനുഭവം തന്നെയാണ്. 4 മാസം മുമ്പ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഓഫ് സീസൺ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ട്രെയിൻ മാത്രമല്ല, ഊട്ടി റെയിൽവേ സ്റ്റേഷനും ഒരു അനുഭവമായതുകൊണ്ട്
മടുപ്പടിക്കുമെന്ന വിചാരം ഞങ്ങൾ കാത്തുനിന്നപ്പോഴുണ്ടായിരുന്നില്ല. സ്റ്റേഷനോട് ചേർന്ന് വെച്ചിരിക്കുന്ന പഴയ ട്രെയിനും സ്റ്റേഷൻ പരിസരങ്ങളും ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത അനുഭവമാണ് നൽകുന്നത്. ട്രെയിനിൽ 2 ക്ലാസ് കമ്പാർട്ട്മെന്റുകളാണുള്ളത്, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡും. കഴിഞ്ഞ തവണത്തെ ഊട്ടി യാത്രയിൽ ഫസ്റ്റ് ക്ലാസ് യാത്ര ആസ്വദിച്ചുകൊണ്ട് ഇത്തവണ സെക്കൻഡ് ക്ലാസ് തിരഞ്ഞെടുത്തു. പേഴ്സണലി എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ വന്ന ട്രാവലറിൽ ഊട്ടി സ്റ്റേഷനിൽ ഇറങ്ങി ട്രാവലർ കൂനൂർക്ക് വിട്ടു. ട്രെയിനിൽ കൂനൂർ ചെന്ന് ട്രാവലറിൽ ബാക്കി യാത്ര, അതായിരുന്നു പ്ലാൻ. മലകളും തുരങ്കങ്ങളും കോടയും ആസ്വദിച്ച് ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഊട്ടിയുടെ ആ പ്രത്യേക വൈബ് എല്ലാവരിലും നിറഞ്ഞു. ഊട്ടിയിൽ നിന്ന് നീങ്ങി ലൗഡേൽ, കേറ്റി, അരുവങ്കാട്, വെല്ലിംഗ്ടൺ ചുറ്റി കൂനൂരെത്തിയപ്പോഴേക്കും മലയും മഴയും മഞ്ഞും മനസ്സിനെ നന്നായി തണുപ്പിച്ചിരുന്നു. കൂനൂരെത്തിയപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റി നടന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. നിരവധി ട്രെയിനുകളും വളഞ്ഞു പൊളഞ്ഞു പോകുന്ന പാളങ്ങളും അതിമനോഹരമായ കൂനൂർ റെയിൽവേ സ്റ്റേഷനും മനസ്സിനെ കുളിർപ്പിക്കും. ഏതായാലും വൈകിട്ട് 6:30 കൂനൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ചുരമിറങ്ങാൻ തുടങ്ങി. മേട്ടുപ്പാളയത്തെത്തി ഭക്ഷണവും കഴിച്ച് പതുക്കെ ഞങ്ങൾ നാട്ടിലേക്ക് നീങ്ങി. യാത്ര കോയമ്പത്തൂരായപ്പോഴേക്കും വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഉറക്കമായി. പാതിരാത്രി കഴിഞ്ഞ് അധികമാകുന്നതിന് മുമ്പേ ഞങ്ങൾ വീട്ടിലെത്തി. ഊട്ടിയുടെ സുഖശീതളിമ മനസ്സിൽ നിറച്ച് പതുക്കെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അത്യാവശ്യം വലിയൊരു ടൗണിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഊട്ടിയിൽ നിങ്ങൾക്ക് ഒന്നിനു വേണ്ടിയും അലയേണ്ടി വരികയില്ലെന്ന് ഉറപ്പ്. ഏറ്റവും നല്ല സീസൺ എപ്പോഴും വേനൽക്കാലമാണ്. നവംബർ മുതൽ മെയ് വരെ മികച്ച സമയമാണ് ഊട്ടി സന്ദർശിക്കാൻ. ആ സമയത്ത് തന്നെ ഊട്ടിയിലേക്ക് ചെന്ന് ചേരാൻ എപ്പോഴും ശ്രമിക്കുക. വസന്തോത്സവം നടക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും ഊട്ടിയിലേക്ക് ഏറ്റവും തിരക്ക്. ഊട്ടി പുഷ്പോദ്യാനവും ഫ്ലവർ ഷോയുമെല്ലാം ആളുകളെ എല്ലാ കാലത്തും ആകർഷിക്കുന്നതാണ്. ഏറ്റവും എളുപ്പം നിങ്ങളുടെ അടുത്ത ഊട്ടി യാത്ര പ്ലാൻ ചെയ്തോളൂ.